തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഫലം പുറത്തു വന്നതോടെ ജോസ് കെ മാണിക്ക് എവിടെയും പ്രവേശനമില്ലാത്ത അവസ്ഥയാണ്. ദയനീയ പരാജയങ്ങൾക്ക് പിന്നാലെ LDF വിടാൻ ജോസ് രഹസ്യ നീക്കങ്ങൾ നടത്തിയിരുന്നതായി സൂചനകൾ വന്നിരുന്നു. എന്നാൽ ജോസ് കെ മാണിയുടെ ആഗ്രഹങ്ങളെ പാടെ തകർത്തുകൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. മുന്നണിയെ വഞ്ചിച്ചു പോയവരെ തിരിച്ചെടുക്കേണ്ടതില്ല എന്ന ശക്തമായ സന്ദേശമാണ് UDF നേതാക്കൾ ഒറ്റക്കെട്ടായി നൽകുന്നത്. 4 പതിറ്റാണ്ടിലേറെയായി കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് തങ്ങളുടെ ശക്തി കേന്ദ്രമായി കണക്കാക്കിയിരുന്ന പാലാ നഗരസഭയിൽ കനത്ത തിരിച്ചടിയാണ് മാണി ഗ്രൂപ്പിന് ഉണ്ടായിരിക്കുന്നത്. കഴിഞ്ഞ 40 വർഷത്തിനിടയിൽ കേവലം 1 വർഷം മാത്രമാണ് CPMന്റെ ഒരു ജനപ്രതിനിധി പാലായിൽ ഭരണം നടത്തിയിട്ടുള്ളത്. എന്നാൽ ഇപ്പോൾ ആ കുത്തകയ്ക്കാണ് അന്ത്യം കുറിച്ചിരിക്കുന്നത്. കേവല ഭൂരിപക്ഷത്തിന് 2 സീറ്റുകൾ കൂടി അധികം നേടി UDF നേതൃത്വത്തിലുള്ള മുന്നണി നഗരസഭയിൽ അധികാരം പിടിച്ചു. ആകെയുള്ള 26 വാർഡുകളിൽ സ്വതന്ത്രർ ഉൾപ്പെടെയുള്ളവരുടെ പിന്തുണയോടുകൂടി UDF 14 സീറ്റുകൾ നേടിയപ്പോൾ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പ് നേതൃത്വം നൽകുന്ന ഇടതുമുന്നണിക്ക് കേവലം 12 സീറ്റുകളിൽ മാത്രമാണ് വിജയിച്ചു കയറുവാൻ കഴിഞ്ഞത്. സ്വന്തം വാർഡായ 22ാം വാർഡിൽ പോലും 2 ചിഹ്നത്തിൽ മത്സരിച്ച ജോസ് കെ മാണിയുടെ സ്വന്തം സ്ഥാനാർത്ഥിയെ കോൺഗ്രസ് സ്ഥാനാർത്ഥി മലർത്തിയടിച്ചുവെന്ന വസ്തുത മാണി ഗ്രൂപ്പിന് വലിയ നാണക്കേടാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. പാലാ നഗരസഭയിൽ മാത്രമല്ല കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന് കനത്ത തിരിച്ചടി ഉണ്ടായത്. അവരുടെ കുത്തകകളായിരുന്ന കരൂർ പഞ്ചായത്തിലും UDF അധികാരം പിടിച്ചിരിക്കുകയാണ്. 2024 പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പാലാ നിയോജക മണ്ഡലത്തിലെ 13 തദ്ദേശ സ്ഥാപനങ്ങളിൽ കേരള കോൺഗ്രസ് മാണി ഗ്രൂപ്പിന്റെ സ്ഥാനാർത്ഥിക്ക് ലീഡ് സമ്മാനിച്ച ഏക പഞ്ചായത്ത് കൂടിയായിരുന്നു കരൂർ. ഇവിടെ ബ്ലോക്ക് പഞ്ചായത്തിൽ നിന്നും വലവൂർ ഡിവിഷനിലേക്ക് മത്സരിച്ച ജോസ് കെ മാണിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനും പാലാ നിയോജക മണ്ഡലം പ്രസിഡന്റുമായ ടോബിൻ കാലക്സും കോൺഗ്രസ് സ്ഥാനാർത്ഥിയോട് ദയനീയമായി പരാജയപ്പെട്ടു. കരൂരിലെ ദയനീയ പരാജയം പോലെ തന്നെയാണ് മാണി ഗ്രൂപ്പിന് അവരുടെ മറ്റൊരു ശക്തി കേന്ദ്രമായ കൊഴുവനാൽ പഞ്ചായത്തിലും ഉണ്ടായിട്ടുള്ള കനത്ത തിരിച്ചടി. അവിടെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് കോൺഗ്രസ് അധികാരം പിടിച്ചത്. ഇത്തരത്തിൽ ഇടതുമുന്നണിയിൽ ചോദിച്ചു വാങ്ങിയ സീറ്റുകളിൽ പോലും മാണി ഗ്രൂപ്പിന് ഫലമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. കേരളത്തിലെ ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണവിരുദ്ധ വികാരം ശക്തമായി അലയടിച്ചതിനെ തുടർന്ന് LDFന് കാര്യമായ തിരിച്ചടി നേരിട്ടിരുന്നു. ഈ പശ്ചാത്തലത്തിൽ LDF മുന്നണിയിലെ ഘടകകക്ഷിയായിട്ടുള്ള ജോസ് കെ മാണി തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഭരണ നേതൃത്വത്തിന് അടിതെറ്റിയെന്ന് പരസ്യമായി അഭിപ്രായപ്പെട്ടത് ഏറെ ശ്രദ്ധേയമായിരുന്നു. സ്വർണ്ണക്കടത്ത് വിവാദം അടക്കമുള്ള വിഷയങ്ങൾ തെരഞ്ഞെടുപ്പിൽ പ്രതികൂലമായി ബാധിച്ചു എന്നും LDF തെന്നി വീഴുകയായിരുന്നുവെന്നും അദ്ദേഹം തന്നെ തുറന്നു സമ്മതിക്കുകയും ചെയ്തു. ഭരണവിരുദ്ധ വികാരം തിരിച്ചറിഞ്ഞ ജോസ് കെ മാണി ഇനിയും LDFൽ തുടരുന്നത് തന്റെ രാഷ്ട്രീയ ഭാവിക്ക് തിരിച്ചടിയാകുമെന്ന് മനസ്സിലാക്കിയതായാണ് സൂചന. തുടർച്ചയായ 3 തെരഞ്ഞെടുപ്പുകളിലെ ദയനീയ പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ രാഷ്ട്രീയ അതിജീവനത്തിനായി UDFലേക്ക് ഒരു മടങ്ങിപ്പോക്ക് മാത്രമായിരിക്കും ഇനി മുന്നിലുള്ള ഏക സാധ്യതയെന്നും അതിനായി രഹസ്യമായി അദ്ദേഹം പ്ലാൻ ചെയ്യുന്നുണ്ടെന്നുമാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നൽകുന്ന വിവരം. എന്നാൽ ജോസ് കെ മാണിയെ സംബന്ധിച്ചിടത്തോളം ഈ നീക്കത്തിന് ഏറ്റവും വലിയ തടസ്സമാകുന്നത് UDFൽ നിന്നുള്ള കടുത്ത എതിർപ്പാണ്. മുന്നണി വിട്ടുപോയവർക്ക് ഇനിയൊരു തിരിച്ചറിവ് വേണ്ടെന്ന ശക്തമായ നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വവും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പും. UDF ആരെയും പിന്നാലെ നടന്ന് ക്ഷണിക്കുന്നില്ലെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കുകയുണ്ടായി. UDFന് ഇപ്പോൾ അവരുടെ പുറകെ നടക്കേണ്ട ഗതികേടില്ല എന്ന് മോൻസ് ജോസഫ് തുറന്നടിച്ചപ്പോൾ കേരള കോൺഗ്രസ് M ഇല്ലാതെയാണ് UDF വിജയിച്ചതെന്നും അതുകൊണ്ട് അവരുടെ ആവശ്യമില്ലെന്നും PJ ജോസഫ് നിലപാട് കടുപ്പിക്കുകയും ചെയ്തു. LDF വിടാൻ ജോസ് കെ മാണിക്ക് താല്പര്യമുണ്ടായാൽ പോലും UDF നേതാക്കൾ അതിന് ഒരു തരത്തിലും അനുവദിക്കില്ല എന്ന ശക്തമായ സന്ദേശമാണ് ഈ പ്രതികരണങ്ങളിലൂടെയെല്ലാം പുറത്തുവരുന്നത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും തദ്ദേശ തെരഞ്ഞെടുപ്പിലും നേരിട്ട പരാജയത്തിന്റെ പശ്ചാത്തലത്തിൽ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ലാത്ത ഒരു രാഷ്ട്രീയ പ്രതിസന്ധിയിലാണ് ജോസ് കെ മാണി ഇപ്പോൾ അകപ്പെട്ടിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തിന്റെ സമ്പൂർണ്ണ പതനമായിരിക്കും ഇനി വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം കാണുക എന്നും നിരീക്ഷിക്കപ്പെടുന്നു.